കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ആവശ്യമായ പരിശോധനകൾ സർക്കാർ സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഷയത്തിൽ അനാവശ്യമായ രാഷ്ട്രീയം കലർത്താൻ ശ്രമം നടക്കുന്നു. CPM അല്ല, ജനകീയ സമിതിയാണ് സ്കൂൾ മാനേജ്മെന്റിന് നേതൃത്വം നൽകുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുന്റെ മരണം. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും മറ്റു ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്, വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്തിനാണ് പാർട്ടിക്കാർ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ. വിജിൻ വായാന്നൂർ വിശദാംശങ്ങൾ നൽകും. വിജിൻ, ഇങ്ങനെ ഒരു ദാരുണവും ദൗർഭാഗ്യകരവുമായ അപകടത്തിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി വിദ്യാഭ്യാസ വകുപ്പുള്ള വലിയ വിമർശനത്തിന് വിധേയമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. ഗോവിന്ദമാഷ് എന്താണ് പറഞ്ഞത്? ആ സ്കൂൾ മാനേജ്മെന്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് ഗോവിന്ദമാഷിന് പറയാനുള്ളത്? ഇക്കാര്യത്തിൽ രാജ്യപ്രചാരണമാണ് നടത്തുന്നത്. അതായത് കൊല്ലം ചേവലക്കര ബോയ്സ് സ്കൂള് ഹൈസ്കൂളിൽ നടത്തുന്നത് CPM നേതൃത്വത്തിലല്ല, CPM സ്കൂളുകളില്ല. അത് ജനകീയ സമിതിയാണ്, സ്കൂൾ മാനേജ്മെന്റ്. അവരാണ് ഈ സ്കൂൾ നടത്തിപ്പുകാർ. അതുകൊണ്ട് തന്നെ CPM അക്കാര്യത്തിൽ ബന്ധമില്ല. അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അത് CPM അംഗങ്ങളും ഉണ്ട് എന്ന കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളും പ്രതിപക്ഷവും വ്യാജപ്രചരണമാണ് നടത്തുന്നത്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമം നടത്തുന്നു. ഇക്കാര്യത്തിലും CPM മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് നടത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമായ കാര്യമാണ്. ആവശ്യമായ പരിശോധനയും തിരുത്തലുകളും ഒക്കെ സർക്കാർ തലത്തിൽ തന്നെ വരുത്തും. അത്തരം നടപടിയാണ് സർക്കാർ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതിനെ CPM പൂർണ്ണമായും പിന്തുണക്കുന്നു എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിമർശനം കടക്കുന്നതിനിടയിലാണ് CPM മാനേജ്മെന്റ് അല്ല സ്കൂൾ നടത്തിപ്പുകാർ എന്നുള്ള വിശദീകരണം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.